രോഗം ഭേദമാക്കാൻ ദൈവിക സിദ്ധി. പുതിയ തട്ടിപ്പാണ്. ആത്മീയ ചികിത്സയുടെ മറവിൽ കോഴിക്കോട് തളിക്കര സ്വദേശിയിൽ നിന്ന് തട്ടിയെടുത്തത് 1 കോടി രൂപയാണ്. തളിക്കര സ്വദേശി ആദിലിന്റെ ഭാര്യയുടെ അസുഖം ആത്മീയ ചികിത്സയിലൂടെ മാറ്റാമെന്ന് പറഞ്ഞ് പണം തട്ടുകയായിരുന്നു. തൊട്ടിൽപ്പാലത്ത് 3 പേരാണ് പിടിയിലായത്. മലപ്പുറം കോടൂരിലെ വാടക വീട്ടിൽ വെച്ചായിരുന്നു ചികിത്സ. തിരിച്ചു നൽകാമെന്ന് പറഞ്ഞ് പല തവണയായാണ് ആദിലിൽ നിന്ന് പ്രതികൾ പണം വാങ്ങിയത്. പേരെയാണ് തൊട്ടിൽപ്പാലം പോലീസ് പിടികൂടിയത്. മലപ്പുറം കോടൂർ സ്വദേശിയായിട്ടുള്ള PCH ഷംസുദ്ദീൻ, പുലാമന്തോൾ സ്വദേശി മുഹമ്മദ് ബഷീർ, വളയം സ്വദേശിയായിട്ടുള്ള റഫീഖ് എന്നിവരാണ് അറസ്റ്റിലായത്. 2020 ജനുവരിയിലാണ് ഈ സംഭവത്തിന്റെ തുടക്കം. ഒരു മതപരിപാടിയിൽ വെച്ച് ഈ 3 പേരും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ആദിലിനെ പരിചയപ്പെടുന്നു. ആദിലിന്റെ കുടുംബത്തിലുള്ള ഒരാൾക്ക് ഒരു വലിയ രോഗമുണ്ടായിരുന്നു. ആ രോഗം മാറ്റാൻ സഹായിക്കാമെന്ന് ഇവർ വാഗ്ദാനം നൽകി. തങ്ങൾക്ക് ദൈവസിദ്ധിയുണ്ടെന്നും ഒരു പ്രത്യേക കേന്ദ്രത്തിൽ കൊണ്ടുപോയി ആത്മീയ ചികിത്സ നടത്തി രോഗം ഭേദമാക്കാമെന്നുമായിരുന്നു വാഗ്ദാനം. ഇത് പറഞ്ഞ് കുറച്ച് പണവും ആദിലിൽ നിന്ന് ഈ 3 സംഘം വാങ്ങുകയും ചെയ്തു. പിന്നീട് മലപ്പുറം കോടൂരിലുള്ള ഒരു വാടക മുറിയിൽ വെച്ചായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. രാത്രിയിൽ തുടങ്ങുന്ന പ്രാർത്ഥന രാവിലെ 7 മണി വരെ നീണ്ടു നിൽക്കുന്നു. മറ്റു മതപരമായ കാര്യങ്ങളുമൊക്കെ ചെയ്യുന്നു. ഇങ്ങനെയായിരുന്നു ആത്മീയ ചികിത്സയുടെ ഒരു രീതി ഉണ്ടായിരുന്നത്. എന്നാൽ ചികിത്സ തുടങ്ങി 3 ദിവസം കഴിഞ്ഞ് ഈ ആദിലിനോട് കൂടുതൽ പണം ആവശ്യപ്പെട്ടു. 15 ലക്ഷം രൂപ നൽകി. പിന്നീട് തരാമെന്ന് പറഞ്ഞായിരുന്നു പണം വാങ്ങിച്ചിരുന്നത്. എന്നാൽ അത് തിരിച്ചു കൊടുത്തില്ല. പല കുറി നാദാപുരത്ത് വെച്ചും കോടൂരിലെ വാടക മുറിയിൽ വെച്ചുമൊക്കെ ലക്ഷങ്ങൾ ആദിലിൽ നിന്ന് ഈ 3 സംഘം കൈക്കലാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ പണം തിരിച്ചു കിട്ടാതെയായതോടെയാണ് തൊട്ടിൽപ്പാലം പോലീസിൽ ആദിൽ പരാതിയുമായി എത്തുന്നത്. എന്നാൽ നിരവധി അന്വേഷണങ്ങൾ നടത്തുകയും മറ്റു പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളൊക്കെ പരിശോധിച്ച സമയത്താണ് ഇവർ ഈ ആത്മീയ ചികിത്സയുടെ മറവിൽ നിരന്തരമായിട്ട് പണം തട്ടുന്നവരാണ്. 1 കോടിയോളം രൂപ ആദിലിന് ഇതുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പോലീസിനും വ്യക്തമാവുന്നത്. ഇതോടുകൂടി ഇരുവർക്കും ഈ 3 സംഘത്തിന് നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. കോടതി നോട്ടീസ് നൽകിയതോടെയാണ് കഴിഞ്ഞ ദിവസം തൊട്ടിൽപ്പാലം പോലീസിന് മുൻപിൽ ഹാജരായത്. ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. പിന്നീട് ജാമ്യത്തിൽ വിടുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു കേസല്ല, ഒരു തട്ടിപ്പല്ല എന്നാണ് പോലീസിന് വ്യക്തമായ ഒരു പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂരിലും മലപ്പുറത്തും കോഴിക്കോടുമൊക്കെ ഇവർക്കെതിരെ സമാനമായ പരാതികൾ, സമാനമായ തട്ടിപ്പിന്റെ ഇരകൾ ഉണ്ട് എന്നുള്ളതാണ് കണ്ടെത്തൽ. കൂടുതൽ അന്വേഷണം പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടുതൽ തെളിവുകളടക്കം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.